നമസ്കാരം. ബ്രഹ്മയുഗം എന്ന സിനിമ കണ്ട ആളുകൾ മാത്രമാണ് ഈ ഒരു വീഡിയോ കാണേണ്ടത്. അല്ലാത്ത ആളുകൾക്ക് ഈ ഒരു വീഡിയോയിൽ പറയുന്ന പല കാര്യങ്ങളും കണക്ട് ആവാൻ ഒരു സാധ്യതയുമില്ല. അതേപോലെ നിങ്ങൾ ഇനി ബ്രഹ്മയുഗം കാണാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആസ്വാദനത്തെ ബാധിക്കാനും സാധ്യതയുണ്ട്. ഈ കഴിഞ്ഞ നാളുകളിൽ മലയക്കോട്ടെ വാലിബൻ ഇറങ്ങിയതിൻ്റെ തൊട്ടടുത്ത ദിവസം ഇതുപോലൊരു വീഡിയോ ചെയ്തിരുന്നു. ആ ഒരു വീഡിയോയിൽ വ്യത്യസ്തമായിട്ടുള്ള കുറേയധികം ആസ്വാദന അനുഭവങ്ങൾ നമ്മൾ കണ്ടു. അത്തരത്തിൽ കുറേയധികം ആസ്വാദന അനുഭവങ്ങൾ ഈ ഒരു സിനിമയെക്കുറിച്ചിട്ടും വന്നിട്ടുണ്ട്. ഒറ്റ കാഴ്ചയിൽ പല ആളുകൾക്കും തോന്നാത്ത പല കാര്യങ്ങളും വളരെ ആഴത്തിൽ ഇറങ്ങി നിന്ന് ആ ഒരു സിനിമയെ കണ്ട പല ആളുകളും പങ്കുവച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ചിട്ടാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. സിനിമ മുന്നോട്ടേക്ക് വെക്കുന്ന രാഷ്ട്രീയമുണ്ട്. മമ്മൂട്ടി എന്ന നടന്റെ അഭിനയത്തിൽ മാത്രം മുഴുകിയിരുന്ന നമ്മളെപ്പോലുള്ള ഒത്തിരിയധികം ആളുകൾ ഉണ്ട് എന്നുണ്ടെങ്കിലും അതല്ലാത്ത ഒത്തിരിയധികം കാര്യങ്ങൾ ആളുകൾ പങ്കുവയ്ക്കുന്നുണ്ട്. ആദ്യത്തെ റിവ്യൂയിലേക്ക് പോയി കഴിഞ്ഞാൽ എൻ്റെ കമന്റ് ബോക്സിൽ തന്നെ വന്നൊരു റിവ്യൂ. അധികാരം അതുള്ളവർക്ക് അശരണർക്കെതിരെ പ്രയോഗിക്കുന്നത് ഒരു ഹരമാണ്. അവന്റെ സ്വാതന്ത്ര്യം പണയം വെച്ച് പകിട കളിച്ച് അവനെ അടിമയാക്കാൻ വെമ്പുന്ന 17-ാം നൂറ്റാണ്ടിലെ കൊടുമൺ പോറ്റിക്കും 21-ാം നൂറ്റാണ്ടിലെ പോറ്റിക്കും ഒരേ ഗതിയാണ് ഉണ്ടാവുക. ഹിറ്റ്ലർക്കും മുസോളിനിക്കും മറിച്ചായിരുന്നില്ലല്ലോ. ബ്രഹ്മയുഗം കേവലം ചാത്തന്റെയോ യക്ഷിയുടെയോ മറുതയുടെയോ കഥയല്ല. കാഴ്ചകൾ ഒരുപക്ഷെ അങ്ങനെ തോന്നിച്ചേക്കാം. ഒരിക്കലും വിയർപ്പ് പൊടിയാത്ത പോറ്റിയെ ഏത് സമയവും വിയർപ്പിൽ കുളിച്ചു നിൽക്കുന്ന രണ്ടുപേർ ഒരുമിച്ച് നിന്ന് പരാജയപ്പെടുത്തുന്നു. മമ്മൂട്ടി എന്ന നടനെ പോറ്റിയിലേക്ക് പരകായം ചെയ്തെടുത്ത് സിനിമയിൽ അത് നൽകുന്ന ഒരു സ്ക്രീൻ പ്രസൻസ് ഉണ്ട്. ഇന്നോളം ആ നടൻ ചെയ്ത ഒരു കഥാപാത്രത്തിനും നൽകാതെ കരുതി വെച്ച ഭാവങ്ങൾ, അത് ചിരിയിലും കരച്ചിലിലും ലാസ്യത്തിലും കാമത്തിലും തുടങ്ങി വിരലനക്കങ്ങളിൽ മദ്യപാനത്തിൽ പകിടകളിൽ തുടങ്ങി മെതിയടി താളത്തിൽ വെറ്റില മുറുക്കിൽ കോഴിയിറച്ചി ചവിച്ചരക്കലിൽ വരെ നിറച്ചു വെച്ചിരിക്കുന്നു. മമ്മൂട്ടിയുടെ സ്ക്രീൻ പ്രസൻസ് നൽകുന്ന വൈബ് പറയാൻ വാക്കുകളില്ല. മമ്മൂട്ടിക്കൊപ്പം കട്ടയ്ക്ക് തന്നെ സിദ്ധാർത്ഥ് ഭരതനുമുണ്ട്. സിനിമയുടെ രണ്ടാം പകുതിയിൽ അയാൾ നടത്തുന്ന പ്രകടനം അസാധ്യമെന്നേ പറയാവൂ. സിനിമ മുഴുവൻ ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ്. തിയേറ്ററിൽ കയറി സിനിമ കണ്ട് നിമിഷങ്ങൾക്കകം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിന്ത മറക്കുകയും സിനിമ നമ്മളിലേക്ക് പ്രവേശിക്കുകയും ചെയ്യും. അതുകൊണ്ട് സിനിമ തുടക്കം മുതൽ കാണുക. സിനിമയിലേക്ക് എൻഗേജ് ചെയ്യിക്കുന്ന കിടിലൻ സീലുകൾ ആദ്യം തന്നെ തുടങ്ങുന്നു. അസാധ്യ ബിജിഎമാണ്. ശബ്ദത്തിന് ഏറെ പ്രാധാന്യമുണ്ട് സിനിമയിൽ. കാലൻ കോഴിയുടെ കൂവലിൻ, മെതിയടി ശബ്ദം, അടച്ചിട്ട മച്ചകത്ത്, മരപ്പലകയിൽ വലിയുന്ന ആനച്ചങ്ങല വലിയുന്ന ശബ്ദം, മഴയുടെ കാറ്റിന്റെ എല്ലാ ശബ്ദങ്ങളും സിനിമയ്ക്ക് നൽകുന്ന എഫക്റ്റ് കിടിലനാണ്. അധികാരം കയ്യിലുള്ളവനെ യക്ഷിയും തേടി വരുമെന്നാണ്. പോറ്റിയെ തേടിയെത്തുന്ന യക്ഷിയുടെ കണ്ണിലെ ദൈന്യത, കെടാവിളക്കിന്റെ കാഴ്ച, വാതിൽ സുഷിരത്തിലൂടെ നോക്കുമ്പോൾ കണ്ണുകളിൽ കാണിക്കുന്നത്, മമ്മൂട്ടിയുടെ ചെകുത്താൻ ചിരിയുടെ വൈവിധ്യങ്ങൾ തുടങ്ങി ഒരുപാട് ബ്രില്യൻ ഷോട്ടുകൾ സിനിമയിൽ നിറച്ചു വെച്ചിട്ടുണ്ട്. ഉബുറോയ് എന്ന നാടകത്തിൽ ദീപൻ ശിവരാമൻ കാണിച്ചു തന്നതുപോലെ രാഹുൽ സദാശിവൻ ബ്രഹ്മയുഗത്തിലും ഒരു ഫാസിസ്റ്റിന്റെ അന്ത്യം കാണിച്ചു തരുന്നു. ബ്രഹ്മയുഗം ഒരു യക്ഷിപ്പടമല്ല, ഒരു രാഷ്ട്രീയ പടമാണ്. രമേശ് വള്ളിയിൽ അദ്ദേഹമാണ് ഈ ഒരു പോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത്. സബ്സ്ക്രൈബർ ആയിട്ടുള്ള ഒരു സുഹൃത്ത് അത് നമ്മളുടെ കമന്റ് ബോക്സിൽ പങ്കുവെക്കുകയായിരുന്നു. സിനിമയുടെ രാഷ്ട്രീയം അത് ഈ ഒരു വേളയിൽ ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒന്നാണ്. ഈ സിനിമയുടെ രാഷ്ട്രീയത്തെക്കുറിച്ചിട്ട് പറയുമ്പോൾ ഞാൻ ഇന്നലെ എൻ്റെ റിവ്യൂവിൽ പറഞ്ഞ ഒരു കാര്യം ചില ആളുകൾ ഒരു വിമർശനം എന്നുള്ള രീതിയിൽ പറഞ്ഞിരുന്നു. ഞാൻ പറഞ്ഞത് ആ ഒരു സിനിമയുടെ കഥയിൽ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു കഥ പറച്ചിൽ ശൈലിയിൽ, അല്ലെങ്കിൽ ടോട്ടൽ അതിൻ്റെ ഒരു പ്രസൻറ്റേഷനിൽ ചില പുതുമകളുടെ മിസ്സിംഗ് ഉണ്ട്. എന്താണ് ആ പുതുമകളുടെ മിസ്സിങ്? അത് ഞാനും ഇത് തന്നെയാണ് ഉദ്ദേശിച്ചത്. ഈ ഒരു രാഷ്ട്രീയമാണ്. ഈ ചാത്തൻ എന്ന് പറയുന്നതിന് നമ്മൾ ഏത് കഥ കേട്ടാലും, ചാത്തനെ കുറിച്ചിട്ടുള്ള ഏത് കഥകൾ കേട്ടാലും അതിനകത്ത് എപ്പോഴും നമുക്ക് കാണാൻ പറ്റുന്ന ഒരു പ്രകടമായിട്ടുള്ള രാഷ്ട്രീയമാണ് ആ ഒരു അടിമയാകൽ രാഷ്ട്രീയം എന്ന് പറയുന്നത്. ചാത്തൻ എന്നത് പിന്നീട് പല മലയാളികൾക്കും പേരുകളായിട്ട് തന്നെ വന്നിട്ടുണ്ട്. നമ്മൾ മുൻപൊക്കെ ഏതെങ്കിലുമൊക്കെ വലിയ കുടുംബങ്ങളിൽ, എന്നാൽ കുടുംബത്തിന്റെ തൊട്ടടുത്ത് ചേർന്ന് നിൽക്കുന്ന പണിക്കാരിലെ താഴ്ന്നവനായിട്ടുള്ള പണിക്കാരിലെ ഒരാളുടെ പേരൊക്കെ ആയിരിക്കും ചാത്തൻ എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള പല പൊളിറ്റിക്കൽ എലമെന്റ്സും നമുക്ക് ഈ ചാത്തൻ കഥകളിൽ കാണാൻ സാധിക്കും. അതിപ്പോൾ ബ്രഹ്മയുഗത്തിൽ മാത്രമല്ല, നമ്മളുടെ മുത്തശ്ശി പറഞ്ഞ ചാത്തൻ കഥയിലും, അല്ലെങ്കിൽ നമ്മൾ വാമൊഴിയായിട്ട് കേട്ടിട്ടുള്ള ചാത്തൻ കഥകളിലും ഇതേ പൊളിറ്റിക്സ് ഉണ്ട്. എപ്പോഴും ചാത്തൻ എന്ന് പറയുന്നത് ഇങ്ങനെ തന്നെയാണ്. നമ്മൾ ആവാഹിച്ച് ഇങ്ങടേക്ക് വരുത്തുന്നു, അല്ലെങ്കിൽ പ്രാർത്ഥിച്ച് ഇങ്ങടേക്ക് വരുത്തുന്നു, പിന്നീട് അടിമപ്പെടുത്തുന്നു. ഈ വിമോചനത്തിന് വേണ്ടി അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ദാഹിക്കുന്ന ഒരു വലിയ ചാത്തൻ രാഷ്ട്രീയം നമുക്ക് എപ്പോഴും എല്ലാത്തിനകത്തും കാണാൻ പറ്റും. ഏത് ചാത്തൻ കഥകളിലും കാണാൻ പറ്റും. ബ്രഹ്മയുഗത്തിലേക്ക് വരുമ്പോഴും നമുക്ക് അതൊക്കെ തന്നെയാണ് കാണാൻ പറ്റുന്നത്. ഈ ചാത്തൻ കഥകൾക്ക് ഏതൊരു കാലഘട്ടത്തിലും റെലവൻസ് ഉണ്ട്. കാരണം എപ്പോഴും ഒരു ചാത്തനും ഉണ്ടായിരിക്കും, എപ്പോഴും ഒരു പോറ്റിയും ഉണ്ടായിരിക്കും. അത് നമ്മൾ എങ്ങനെ നോക്കിയാലും ഉണ്ടാവും. അപ്പം നമ്മൾ ആരാണ് ചാത്തൻ, ആരാണ് പോറ്റി എന്നുള്ള ചിന്ത എപ്പോൾ ആലോചിച്ചാലും നമുക്ക് ഉത്തരം ഉണ്ടായിരിക്കും. അതേപോലെ ഒരു വലിയ സമൂഹം, ഇപ്പോൾ ജനാധിപത്യ സംവിധാനത്തിലൊക്കെയാണ് ജീവിക്കുന്നത് എന്നുണ്ടെങ്കിലും ഒരു വലിയ സമൂഹം ഇപ്പോഴും ചാത്തന്മാരായിട്ട് തന്നെ സ്വയം വിചാരിക്കുന്നുണ്ടാവും ഇത്തരത്തിലുള്ള കഥകൾ കേൾക്കുന്ന സമയത്ത്. അപ്പോൾ ഇത് എല്ലാ കാലഘട്ടത്തിലും റെലവൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. അത് ഏത് കാലഘട്ടത്തിലെ ഏത് അധികാരികളോടും
ഏത് സാധാരണക്കാരോടും നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുന്ന കഥാസാഹചര്യമാണ്. ആ ഒരു സ്ഥിരം എലമെന്റുകളിൽ പല ചിന്തകൾ മുന്നേ പോയിട്ടുള്ളതുകൊണ്ടായിരിക്കാം ഞാൻ ഈ ഒരു സിനിമയിൽ ഏറ്റവും കൂടുതൽ ആസ്വദിച്ചത് ഇതിനകത്തെ കുടുംബൻ പോറ്റി എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടറിലാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഈ ഒരു ചാത്തൻ ബാക്ക്ഗ്രൗണ്ടും ബാക്കിയുള്ള അതിൻ്റെ ആ ഒരു കാലഘട്ടമൊക്കെ ഈ പോറ്റിയെ പോലുള്ള ഒരു ക്യാരക്ടറിനെ കാണിക്കാൻ വേണ്ടിയുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കലാണ്. ബാക്കി ഞാൻ പറഞ്ഞത് രാഷ്ട്രീയം എന്ന് പറയുന്നത് സ്ഥിരം ഞാൻ കേട്ടിട്ടുള്ള രാഷ്ട്രീയമായതുകൊണ്ടാണ് ഞാൻ അതിനകത്തൊരു പുതുമയില്ല എന്നുള്ളത് പറഞ്ഞത്. ഇത് എൻ്റെ വളരെ വിനീതമായിട്ടുള്ളൊരു കാഴ്ചയിൽ അഭിപ്രായത്തിൽ പറയുന്ന കാര്യമാണ് കേട്ടോ, അല്ലാതെ ഇത് ശരിയാണോ അങ്ങനെയൊന്നുമല്ല. ഇത് എൻ്റെ ഒരു കാഴ്ചയിൽ എനിക്ക് തോന്നിയ കാര്യങ്ങളാണ്. ചിലപ്പോൾ തെറ്റായിരിക്കാം, തെറ്റാവാനായിട്ടുള്ള ഏറെ സാധ്യതകളുണ്ട്. ഇനി അടുത്ത ഒരു പോസ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ, ചെങ്ങായി ഒന്നുകൂടെ ഈ പടം പോയി കാണൂ. ഇന്നത്തെ രാഷ്ട്രീയം കൃത്യം പറയുന്ന സിനിമയാണ്. അതിൽ സിദ്ധാർത്ഥ് ഭരതൻ പറയുന്ന ഓരോ ഡയലോഗും ഈ നാട് ഭരിക്കുന്ന ഭരണാധികാരികൾക്കെതിരെയുള്ള ചാട്ടുളിയാണ്. ഈ സിനിമയിൽ ഓരോ സീനും വളരെ വ്യക്തമാക്കി തരുന്നുണ്ട്. അത് ഞാൻ മുന്നേ തന്നെ വ്യക്തമാക്കിയിരുന്നു. ഏതൊരു കാലഘട്ടത്തിലും റെലവൻ്റ് ആണ് ചാത്തൻ സ്റ്റോറികൾ എന്ന് പറയുന്നത്. അതിപ്പോൾ UP-യിൽ കൊണ്ടുപോയി വെച്ചാലും കേരളത്തിൽ കൊണ്ടുപോയി വെച്ചാലും ഇന്ത്യയിൽ മൊത്തത്തിൽ വെച്ചാലും നമ്മളൊക്കെ ചാത്തന്മാരും പോറ്റി വേറെ ഉണ്ട് എന്ന് ചിന്തിക്കാൻ പറ്റും. അത് ഏതൊരു രാഷ്ട്രീയ സാഹചര്യത്തിലും അത് കറക്റ്റാണ്. ഇപ്പോൾ ഇത് ഹിന്ദിയിലേക്ക് പരിഭാഷപ്പെടുത്തിയ ഒരു സിനിമയായിട്ട് വരുമ്പോൾ ആ ഒരു നാട്ടിലെ രാഷ്ട്രീയമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. മറ്റ് ഏത് ഇന്ത്യൻ ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തിയാലും അവരുടെ രാഷ്ട്രീയമായിട്ട് തന്നെ ഈ ഒരു സിനിമയുണ്ട്. മൂവി സ്ട്രീറ്റിൽ രാഹുൽ മോഹൻ രാഗിണി ഇട്ടിരിക്കുന്ന ഒരു പോസ്റ്റാണ്. സ്പോയിലർ അലേർട്ടൊക്കെ മുകളിൽ കൊടുത്തിട്ടുണ്ട്. സിനിമ കാണാത്ത ആളുകൾ കാണുന്നില്ല എന്ന് വിശ്വസിക്കുന്നു. തിയേറ്ററിൽ നിന്ന് ഒരു മുഴുനീള ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ കാണുക, ആ ആഗ്രഹമാണ് ഇന്ന് അവസാനിച്ചത്. തിയേറ്ററിൻ്റെ ഇരുട്ടിൽ വൈകി വരുന്ന ചിലരുടെ മൊബൈൽ പന്തങ്ങളിൽ അലോസരവുമായി 17-ാം നൂറ്റാണ്ടിലേക്ക്. ഇരുട്ടും കാടും പുഴയും കടന്ന് ഇല്ലത്തിൻ്റെ പടിപ്പുര കയറുമ്പോഴേക്കും സിനിമയിലെ കറുപ്പും വെളുപ്പും മാത്രമുള്ള തിരശ്ശീലയെ നമ്മൾ മറക്കും. പിന്നെ ആ ഇല്ലവും പോറ്റിയും പോറ്റിയുടെ അടിമകൾ മാത്രം. ഒരു തിരശ്ശീലയ്ക്കപ്പുറം നൂറ്റാണ്ടുകൾക്കപ്പുറത്തേക്ക് സംവിധായകൻ നമ്മളെ കൈപിടിച്ച് കൊണ്ടുപോകുന്നു. നമ്മളും മനയ്ക്കുള്ളിൽ പുറത്തിറങ്ങാനാവാത്ത വിധം അടയ്ക്കപ്പെടുന്നു. പിന്നെ ഒരു അനുഭവമാണ്, ഇതുവരെയും അനുഭവിച്ചറിഞ്ഞിട്ടില്ലാത്ത അനുഭൂതി. ഭയവും ഒറ്റപ്പെടലും മഴയും എല്ലാം അനുഭവിച്ചറിയും. ചാത്തനും പോറ്റിയും ശക്തരാകുന്ന രണ്ടാം പകുതി കൂടുതൽ വേഗതയിൽ കുതിക്കുന്നു. പോരാട്ടങ്ങൾക്കൊടുവിൽ വേറിട്ട കാഴ്ച കണ്ടതിൻ്റെ സംതൃപ്തിയിൽ തിയേറ്റർ വിട്ടിറങ്ങി. ഇതിൻ്റെ ആദ്യ ഭാഗത്ത് പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ മൊബൈൽ ഫോണുകളുടെ ആ ഒരു വെളിച്ചം. അത് ഇപ്പോഴത്തെ ആളുകളുടെ ഒരു രീതിയാണ്. ആദ്യഘട്ടങ്ങളിൽ എനിക്ക് വലിയ അലോസരം ഉണ്ടാവാറുണ്ടായിരുന്നു. ഞാൻ സിനിമ കാണാൻ പോകുമ്പം ഈ ടൈറ്റിൽ വരുമ്പോൾ എല്ലാവരും കൂടെ മൊബൈൽ എടുത്തിട്ട് ഇങ്ങനെ ഫോട്ടോ എടുക്കുന്ന ഒരു രീതി. പിന്നീട് ഞാനിങ്ങനെ ആലോചിച്ചു, കാലഘട്ടത്തിൻ്റെ ആസ്വാദന രീതികളാണ്, അതും ആസ്വാദനത്തിൽ വലിയ സ്വാധീനം ചെലുത്തുന്നുണ്ട്. ആ ഒരു പോസ്റ്റ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് വേറെ കുറേയധികം ആളുകൾ ആ ഒരു സിനിമ കാണാനായിട്ട് വരാൻ തയ്യാറെടുക്കുകയായിരിക്കും. പിന്നെ വേറൊരു കാര്യം ആലോചിക്കേണ്ടതുണ്ട്, ആ ആസ്വാദകൻ അവൻ അഭിമാനത്തോടെ പറയുകയാണ്, ഞാൻ ഫസ്റ്റ് ഷോയ്ക്ക് ആ ഒരു സിനിമ പോയി കണ്ടു. അതാണ് ആസ്വാദകരുടെ ഒരു റേഞ്ച് എന്ന് പറയുന്നത്. അതിനെ നമ്മൾ വെറും ഫാൻ കൾച്ചറൊക്കെ ആയിട്ട് ഒരു കാലത്ത് കണ്ടിരുന്നു. അപ്പം അങ്ങനെയൊന്നുമല്ല, എല്ലാ ആൾക്കാരും ആദ്യ ഷോ തന്നെ പോയി കാണാനായിട്ട് ശ്രമിക്കാറുണ്ട്. മൊബൈൽ ഫോൺ ശല്യമായിട്ട് വരുന്നപ്പോഴാണെന്ന് വെച്ചാൽ മാസ് സിനിമകൾ കാണുന്ന സമയത്താണ്. ഇതിൻ്റെ ഏറ്റവും പഞ്ചുള്ള ഡയലോഗുകൾ, ഏറ്റവും മാസ് രംഗങ്ങൾ, ഏറ്റവും സസ്പെൻസുകൾ എല്ലാം ഇവന്മാർ റെക്കോർഡ് ചെയ്തിട്ട് റീലാക്കിയിടും. അതൊരു വലിയ കൂട്ടം ആളുകളെ ബാധിക്കുന്ന സംഗതിയാണ്. അതുകൊണ്ട് ഈ KGF പോലെയുള്ള പടങ്ങൾ അല്ലെങ്കിൽ മാസ് പടങ്ങളൊക്കെ ഫസ്റ്റ് ഷോയ്ക്ക് അതിന് എങ്ങനെയെങ്കിലും പോയി കാണാനായിട്ട് ഞാൻ ശ്രമിക്കാറുണ്ട്. ഇപ്പോൾ റിവ്യൂ കൂടെ ഇടുന്നതുകൊണ്ട് ഉറപ്പായിട്ടും പോകും, അല്ല എന്നുണ്ടെങ്കിലും പോകും. അല്ലെങ്കിൽ പിന്നെ ആ ഒരു സിനിമ OTT വന്നിട്ടേ കാണത്തുള്ളൂ. ഈ ഇപ്പോൾ നമ്മുടെ ലിയോ ഒക്കെ ഇറങ്ങിയ സമയത്ത് സിനിമ ഇറങ്ങിയ തൊട്ടടുത്ത നിമിഷം തന്നെ റീലുകളായി, വാട്സപ്പിൽ റീലുകളായി. തിയേറ്റർ വിട്ടിറങ്ങിയത് വരെയാണ് നമ്മൾ വായിച്ചത്. വ്യത്യസ്തതകളിൽ നിന്ന് വ്യത്യസ്തതകളിലേക്ക് സഞ്ചരിക്കുന്ന സംവിധായകൻ, കുറുക്കിയെടുത്ത സംഭാഷണങ്ങൾ ഒരുക്കിയ എഴുത്തുകാർ, കറുപ്പിലും വെളുപ്പിലും മാത്രം നമ്മെ കുരുക്കിയിട്ട് വേറിട്ട ദൃശ്യഭംഗി നൽകുന്ന ക്യാമറമാൻ, ഭീതിയുടെ പരിസരങ്ങളിൽ ശബ്ദം കൊണ്ട് രുചി കൂട്ടിയ സംഗീത സംവിധായകനും സൗണ്ട് എഞ്ചിനീയറും, വേഗവും വേഗമില്ലായ്മയും ഒരേപോലെ നെഞ്ചിലേക്ക് ആഴ്ന്നിറക്കിയ എഡിറ്റർ, പ്രിയ സുഹൃത്ത് ജയകൃഷ്ണൻ അടക്കമുള്ള സംഘത്തിന്റെ കലാ സംവിധാന മാസ്റ്റർ പീസ്. ഇതെല്ലാമാണ് ഭ്രമയുഗം. ഇതിന്റെ കലാ സംവിധാനത്തെക്കുറിച്ചിട്ട് പറയുമ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് വലിയൊരു സാധ്യത ഒരുക്കുന്നുണ്ട്. ചില ആളുകൾ പറഞ്ഞു പണ്ടത്തെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമകൾ കളറിലേക്ക് കൊണ്ടുവരുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ നമ്മൾ ആ ഒരു സാധ്യതയെക്കുറിച്ചിട്ട് പറയേണ്ടതുണ്ടോ എന്നുള്ളത്. അപ്പം ഞാൻ പറയുന്നത് ഇതിൻ്റെ ശരിക്കും പറഞ്ഞാൽ കലാ സംവിധാനം നമുക്ക് ആ ഒരു ഭീതിജനകമായിട്ടുള്ള അവസ്ഥ സൃഷ്ടിക്കുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയതുകൊണ്ടാണ്. ഒരു സിമ്പിൾ സീൻ്റെ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, സിദ്ധാർത്ഥ് ഭരതൻ ഒരു വിറക് വരയിലിരുന്നിട്ടാണ് ആദ്യം നമ്മുടെ അർജുൻ അശോകൻ്റെ ക്യാരക്ടറിനെ കാണുന്നത്. അപ്പോൾ ആ വിറക് വരയിൽ അദ്ദേഹത്തെ കാണുന്ന സമയത്ത് അവിടെ ഒരു നിഗൂഢതയുണ്ട്. ഇത് കളറിൽ നമുക്ക് കിട്ടില്ല. കുറേ വിറക് കയറിയിട്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഒരാളിരിക്കുമ്പോൾ നമുക്ക് ആ ഒരു ഇത് കിട്ടില്ല. കളറാണ് കളർ. അത് കഥ പറച്ചിലിന് ഈ ഒരു സിനിമയെ നല്ല രീതിയിൽ ബാധിക്കുന്ന സംഗതികളാണ്. പിന്നെ VFX ചെയ്യുന്ന സമയത്തും നമുക്ക് ചില ഡീറ്റെയിലിങ്ങുകളുണ്ട്. സിനിമയുടെ അവസാനത്തിലേക്കൊക്കെ വരുമ്പോൾ ആ ഒരു ഡീറ്റെയിലിങ്ങിലൊക്കെ ഒത്തിരി ശ്രദ്ധിക്കേണ്ടി വരും. നമുക്ക് ചിലപ്പം ഇത്
വർക്കാവാത്ത പോലെ ഫീൽ ചെയ്യും. മമ്മൂക്കയുടെ ഭാവങ്ങൾക്കപ്പുറം പ്രേക്ഷകരെ ഭീതിയിലാഴ്ത്തുക അർജുൻ അശോകന്റെയും സിദ്ധാർത്ഥിന്റെയും മുഖത്ത് വരുന്ന ഭയമാണ്. അത്രമേൽ മനോഹരമായിരുന്നു അവരുടെ അഭിനയം. കരിയർ ബെസ്റ്റ് എന്ന് പറഞ്ഞാലും തെറ്റ് പറയാനാവില്ല. അർജുൻ അശോകൻ ശരിക്കും ആസിഫ് അലി ചെയ്യേണ്ട ഒരു ക്യാരക്ടറാണ് എന്നൊക്കെയുള്ള വാർത്തകൾ കേട്ടിരുന്നു. എത്രത്തോളം സത്യമാണ് എന്നുള്ളത് എനിക്കറിയില്ല, ഞാൻ ജസ്റ്റ് റാൻഡം കണ്ടതാണ്. അങ്ങനെയാണ്. അപ്പോൾ ആസിഫ് അലിക്ക് ചെയ്യാൻ പറ്റുന്ന കുറേയധികം ഭാവങ്ങളെ കുറിച്ചിട്ട് ഞാൻ പലപ്പോഴും പല റിവ്യൂവിലും പറയാൻ ശ്രമിക്കാറുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പുള്ളിക്കാരൻ്റെ മുഖത്ത് പരിഭ്രമം, പകപ്പ്, കുറ്റബോധം, അങ്ങനെയുള്ള സാധനങ്ങൾ ഭയങ്കര രസമായിട്ട് വരും. അപ്പോൾ അത് പുള്ളി ചെയ്താലും അടിപൊളിയാവും. ഇപ്പോൾ അർജുൻ അശോകൻ ചെയ്യുമ്പോൾ അത് വേറൊരു ഫീലാണ്. കാരണം ഇതിനകത്തെ ക്യാരക്ടർ ഒരു പാണനാണ്. അപ്പോൾ ആ ഒരു പാണനായിട്ട് കറക്റ്റായിട്ട് അർജുൻ അശോകന് മാറാനായിട്ട് പറ്റിയിട്ടുണ്ട്. അത് നൈസ് ഒരു ക്യാരക്ടറാണ്. അത് വേണം, ആ ഒരു പരിഭ്രമവും പകപ്പും ഒക്കെ വേണം. സിദ്ധാർത്ഥ് ഭരതൻ അങ്ങനെയല്ല. കുറച്ചും കൂടെ നേരത്തെ തന്നെ മനസ്സിൽ ഉറപ്പിച്ചു വെച്ച കുറേ തീരുമാനങ്ങളുള്ള ഒരു ക്യാരക്ടറിനെയാണ് കാണിക്കുന്നത്. അപ്പോൾ അത് പക്കയായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. പിന്നെ മമ്മൂക്ക, അഭിനയം കൊണ്ട് മമ്മൂക്ക ഈ ഒരു സിനിമയിൽ അത്ഭുതപ്പെടുത്തിയിട്ടില്ല. മമ്മൂക്ക ഈ കഥാപാത്രത്തിൽ ജീവിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. എത്ര കാലമായി നമ്മൾ അദ്ദേഹത്തെ കണ്ടു തുടങ്ങിയിട്ട്. ഇതിലും വലുത് വന്നാലേ ഇനി അത്ഭുതമുള്ളൂ. പക്ഷേ ഇത്തരം കഥാപാത്രങ്ങൾ തിരഞ്ഞെടുക്കുന്ന മമ്മൂട്ടി എന്ന നടൻ ഞെട്ടിച്ചുകൊണ്ടേയിരിക്കുന്നു. അതൊരു അത്ഭുതമാണ്. എങ്കിലും പൂർണ്ണമായി മനസ്സ് നിറച്ചു എന്ന് ചോദിച്ചാൽ മനസ്സിൽ എവിടെയോ ഇല്ല എന്ന മറുപടിയാണ് കിട്ടുന്നത്. അതിന് മുഴുവൻ ഉത്തരവാദിയും അവസാന ഭാഗമാണ്. ഇത്രയും ശക്തരായ പോറ്റിയും ചാത്തനും അവരുടെ ശക്തി മുഴുവനായി പുറത്തെടുക്കാനുള്ള ഭാഗം തിരക്കഥയിൽ ഇല്ലാതെ പോയി. വിളക്കും മോതിരവും ശക്തികൾ പങ്കുവെക്കുമ്പോൾ അവിടെ തിരക്കഥയിലെ അങ്കലാപ്പ് കാണാമായിരുന്നു. ഇത്തരം സിനിമകളിൽ മലയാള സിനിമയിലെ ബെഞ്ച് മാർക്കായി എനിക്ക് തോന്നിയിട്ടുള്ളത് അനന്തബന്ധുരമാണ്. പെർഫെക്റ്റ് ആണ്. എനിക്കും അങ്ങനെയാണ് തോന്നിയത്. ഈ ഒരു സിനിമ കാണുമ്പോൾ അതിൻ്റെ ഈ പോറ്റി ക്യാരക്ടർ വിട്ടിട്ട് ബാക്കി എല്ലാ കാര്യങ്ങളിലേക്ക് വരുമ്പം ഈവൻ പൊളിറ്റിക്സ് വരെ ഞാൻ മുന്നേ പറഞ്ഞ ഒരു ചാത്തൻ കഥകളിലുള്ള പൊളിറ്റിക്സാണ്. അതേപോലെ അവസാനം ഈ ചാത്തനെ തളയ്ക്കുന്ന പരിപാടി ഉണ്ടല്ലോ, എല്ലാത്തിനകത്തും ഇങ്ങനെ തന്നെയാണ്. അപ്പം അതിനകത്ത് പ്രത്യേകിച്ച് പുതുമയൊന്നുമില്ല. അതേപോലെ ചാത്തനും വളരെ നമ്മൾ എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു അന്ത്യം മാത്രമാണുള്ളത്. ഈ ചാത്തൻ എന്ന് പറയുമ്പോൾ ഭയങ്കര ബുദ്ധിമാനാണ്, അതിഭീകരനാണ്, ക്രൂരനാണ്, വേദന സഹിച്ചവനാണ്. പക്ഷേ 7 തലമുറകൾ നോക്കിയിട്ട് തളയ്ക്കാൻ പറ്റാത്ത ചാത്തനും ഒരു കഥയുടെ പ്രസൻറ്റേഷനിലേക്ക് വരുമ്പോൾ, ക്ലൈമാക്സിലേക്ക് വരുമ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള ചില വിദ്യകളിൽ വീണു പോകുന്നത് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അതാണ് അതിൻ്റെ എനിക്കും തോന്നിയത്. അപ്പോൾ അനന്തപദ്രം വേറെ റേഞ്ചിലുള്ളൊരു സിനിമയാണ്. അതൊരു പറയണ്ട, അത് ഭയങ്കര പുതുമകളാണ് ആ സിനിമയിൽ. അതുപോലൊരു പടം പിന്നീട് വന്നിട്ടില്ല. അതുപോലെ ഒരു ട്രീറ്റ്മെൻറ്റ് നമുക്ക് കാണാനായിട്ട് പറ്റിയിട്ടില്ല. അനന്തഭദ്രം എന്ന സിനിമ തന്ന ഭ്രമം ഈ സിനിമ തന്നില്ല എന്നുള്ളതാണ് കുറവായി തോന്നുന്നത്. പുതുമകളില്ലാത്ത കഥയെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന ഒറ്റ പുതുമയിൽ തിരശ്ശീലയിൽ എത്തിക്കുമ്പോൾ തിരക്കഥയും പഴുതടച്ചതാകണമായിരുന്നു. അതിനാൽ തന്നെ അഭിനേതാക്കളും പിന്നണി പ്രവർത്തകരും ഇതിനേക്കാൾ മികച്ച തിരക്കഥ അർഹിച്ചിരുന്നു. അതുകൊണ്ടാണ് എക്കാലത്തും മലയാള സിനിമയ്ക്ക് തലയുയർത്തി പറയാമായിരുന്ന ഒരു ക്ലാസിക്കാണ് ഇത്തരത്തിൽ നല്ല സിനിമ മാത്രമായി പോകുന്നത്. എങ്കിലും തിയേറ്ററിൽ പോകണം, ഇല്ലത്തിനുള്ളിൽ അകപ്പെടണം, മനസ്സിനെ ഭ്രമിപ്പിക്കാൻ ശ്രമിക്കണം. പുതിയ ലോകത്തിലേക്ക് അത് നിങ്ങളെ കൊണ്ടുപോകും. തിയേറ്ററിൽ നിന്ന് കാണാൻ കഴിയുമെങ്കിൽ അതിന് തന്നെ ശ്രമിക്കണം. ആ ഒരു അഭിപ്രായമാണ് എനിക്കുള്ളത്. ഒരു ഗംഭീര തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. എറണാകുളത്തുള്ള പല തിയേറ്ററുകളിൽ നിന്നിട്ടും അതിൻ്റെ വിഷ്വൽ എക്സ്പീരിയൻസിനെ കുറിച്ചിട്ട് ചില പരാതികളൊക്കെ ആളുകൾ പറയുന്നത് കേട്ടു. എഡ്ജ് ക്രോപ്പായി പോയിട്ടുണ്ട്, അപ്പ് ആൻഡ് ഡൗൺ സ്പേസ് ഉണ്ടെന്നൊക്കെ. നല്ല PVR-ൻ്റെ ഒക്കെ സ്ക്രീനിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സ്പേസ് വിസിബിൾ അല്ല. അതുകൊണ്ട് നമുക്ക് ആക്ച്വൽ സൈസിൽ തന്നെ കാണുന്ന ഒരു ഫീല് കിട്ടും. പിന്നെ സിനിമ അങ്ങനെ സ്ക്രീനിനനുസരിച്ചിട്ട് വലിക്കാറില്ല. പണ്ടൊക്കെ അങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു. ക്വാളിറ്റി ലോസ് ആവുന്നതുകൊണ്ട് ഇപ്പം അങ്ങനെ ചെയ്യില്ല എന്നൊക്കെ പല ഓപ്പറേറ്റേഴ്സും ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എനിക്കതിനെക്കുറിച്ചിട്ട് വ്യക്തമായിട്ട് അറിയില്ല. മൂവി സ്ട്രീറ്റിലെ അടുത്തൊരു പോസ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ദേവദത്ത് എഴുതിയിരിക്കുന്നത് അതെ, എക്സ്പെരിമെൻ്റൽ സിനിമകൾ എന്നത് എന്നും ആ സംവിധായകൻ്റെ ഭ്രാന്തൻ ചിന്തകളാണ്. പക്ഷേ ആ ഭ്രാന്ത് കാണുന്ന പ്രേക്ഷകനിൽ കൂടെ ഉണ്ടാവുക എന്നിടത്താണ് ആ സിനിമകളുടെ വിജയം. സംവിധായകൻ്റെ ഭ്രാന്തും ഫിലോസഫിയും എല്ലാം കാണുന്ന എല്ലാ പ്രേക്ഷകനും 100% വരിതെറ്റാതെ വായിച്ചെടുക്കണമെന്നൊന്നുമില്ല. ചുരുങ്ങിയത് സിനിമയിൽ ഉടനീളം കഥാപാത്രങ്ങളിൽ ഒരാളായോ കഥാസന്ദർഭങ്ങളിൽ ചുറ്റുവട്ടത്തോ ആയി നമ്മളുമുള്ളതായി ഒരു തോന്നൽ കാണുന്നവരിൽ ഉണ്ടാക്കുന്നിടത്താണ് ആ സിനിമ ആ പ്രേക്ഷകനുമായി കണക്റ്റ് ആവുന്നു എന്ന് പറയപ്പെടുന്നത്. കോടികളുടെ ബഡ്ജറ്റും ടെക്നിക്കലി എക്സ്ട്രാവഗൻ്റായ സ്പെഷ്യൽ എഫക്ട്സും ഇൻ്റർനാഷണൽ ഫ്രെയിമുകളും എല്ലാം, ഐ റിപ്പീറ്റ്, അവയെല്ലാം ഈ കണക്ഷൻ ഊട്ടിയുറപ്പിക്കുന്ന ഫാക്ടേഴ്സ് മാത്രം. ഇവിടെ പറഞ്ഞവയ്ക്കെല്ലാം അത് കഴിഞ്ഞ സ്ഥാനമുള്ളൂ എന്ന് ചുരുക്കം. അത് വിജയിക്കുന്നിടത്ത് സംവിധായകൻ്റെ എക്സ്പെരിമെൻറ്റ് കൂടി വിജയിക്കുന്നു. അല്ലാതെ ഇടങ്ങളിൽ പ്രേക്ഷകർക്ക് അതെല്ലാം വെറും ഭ്രാന്ത് മാത്രമാണ്. അതിനവരെ മമ്മൂട്ടിയുടെ പരീക്ഷണമെന്നോ മോഹൻലാലിൻ്റെ പരീക്ഷണം എന്നുള്ള മണ്ടത്തരം വിളിച്ചു പറഞ്ഞ് ഒരു തരത്തിലും കുറ്റപ്പെടുത്തുന്നതിൽ അർത്ഥമില്ല. പറഞ്ഞു വന്നത് രാഹുൽ സദാശിവന്റെ ഭ്രാന്തമായ ഭ്രമയുഗത്തെ പറ്റിയാണ്. അസാധ്യ പ്രകടനങ്ങൾക്കും ടെക്നിക്കൽ പെർഫെക്ഷനും മേലെ കഥ പറയുവാനും അത് കാണുന്ന പ്രേക്ഷകന് മനസ്സിലാവാനും അഥവാ കണക്ട് ചെയ്യാനും ഈ സിനിമയിൽ എടുത്തൊരു എഫേർട്ടുണ്ട്. ബോക്സ് ഓഫീസ് വിജയങ്ങൾക്കും പരീക്ഷണങ്ങൾക്കും മേലെ അതാണ് ഈ സിനിമയുടെ നിലവാരം. മലയക്കോട്ടെ വാലിബനുമായിട്ട് ഭ്രമയുഗത്തെ കമ്പയർ ചെയ്യുന്ന കുറേയധികം പോസ്റ്റുകൾ കാണാനായിട്ട് സാധിച്ചു. രണ്ട് സിനിമയാണ്, 2 മൂഡ്, 2 വേറെ ഗ്രഹങ്ങളിൽ കിടക്കുന്ന സിനിമയാണ്, 2 തരം ട്രീറ്റ്മെൻ്റാണ്. അവിടെ അതിൻ്റെ സംവിധായകൻ ആഗ്രഹിക്കുന്ന, ആഘോഷിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഭ്രാന്തും, ഇവിടെ
ഇദ്ദേഹം ട്രൈ ചെയ്യുന്ന ഇദ്ദേഹത്തിൻ്റെ ഭ്രാന്തും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. അവിടെ സത്യം പറഞ്ഞാൽ ലിജോ ഭയങ്കരമായിട്ട് ആഘോഷിച്ച് അറമാദിച്ചിരിക്കുന്നതാണ് കാണാൻ പറ്റുന്നത്. അദ്ദേഹം പലപ്പോഴും വ്യൂവേഴ്സിൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ ചിന്തിക്കാത്ത ഒരു സംവിധായകനാണ്. അദ്ദേഹം സിനിമ ഇറക്കി കുറേ കാലം കഴിയുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ റേഞ്ചിലേക്ക് വ്യൂവേഴ്സ് വരുന്നത്. അപ്പോൾ ആ ഒരു സിനിമ വേറെ റേഞ്ചാണ്. ഇവിടെ അങ്ങനെയല്ല. ഇത് ഈ ഒരു സിനിമ എങ്ങനെയാണ് ഒരു പ്രേക്ഷകന് ഫീൽ ചെയ്യാൻ പറ്റുക എന്നുള്ളത് കറക്റ്റായിട്ട് മനസ്സിലാക്കി ചെയ്തിരിക്കുന്ന ഒരു സിനിമയാണ്. അതുകൊണ്ട് ഈ രണ്ട് സിനിമകളെ കമ്പയർ ചെയ്ത്, അതും ഇതിലെ നടന്മാരെയൊക്കെ കമ്പയർ ചെയ്തിട്ടുള്ള പോസ്റ്റുകൾ ഒരു പക്വത കുറവായിട്ട് എനിക്ക് വ്യക്തിപരമായിട്ട് നോക്കി കാണാൻ പറ്റുന്നുണ്ട്. എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ്. എത്രത്തോളം കമ്പയർ ചെയ്യാൻ പറ്റും, എനിക്ക് ഒരു കമ്പാരിസണും അതിനകത്ത് തോന്നുന്നില്ല. രണ്ടും രണ്ട് ആസ്വാദനം നൽകുന്ന സിനിമയാണ്. ഇപ്പം രണ്ടാമത്തെ ഒരു കാഴ്ചയിൽ മലയക്കോട്ടെ വാരവിനകത്തും ആസ്വദിക്കാൻ പറ്റുന്ന ഒത്തിരിയധികം എലമെൻസ് ഉണ്ട്. എസ്പെഷ്യലി അതിൻ്റെ ആ ഒരു കഥ പറച്ചിൽ ശൈലി, കുറേയധികം ആളുകൾ കുറ്റം പറയുന്ന അതിൻ്റെ ഒരു ഫോക്ക്, ആ ഒരു അപ്രോച്ച് രണ്ടാമത്തെ കാഴ്ചയിൽ ഹെഡ്സെറ്റ് വെച്ച് കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ നൈസായിരിക്കും. അത് ഞാൻ കൂടുതൽ പറയുന്നില്ല. ഇതൊക്കെയാണ് ഈ സിനിമയെക്കുറിച്ചിട്ടുള്ള ഡിസ്കഷൻസ്. രസമാണ്. ഇതുപോലൊരു സിനിമയൊക്കെ ഇറങ്ങി കഴിഞ്ഞാൽ 2-3 ദിവസം കുത്തിത്തിരിപ്പും വർഗീയതയൊക്കെ വിട്ടിട്ട് ആൾക്കാർ സിനിമയ്ക്ക് പുറകെ പോയിക്കോളും. വ്യത്യസ്തമായിട്ടുള്ള ആസ്വാദന അനുഭവങ്ങൾ കേൾക്കാൻ പറ്റും. അത് പങ്കുവയ്ക്കുക എന്ന് പറയുന്നത് വേറൊരു സന്തോഷമാണ്. കമൻറ്റ് ബോക്സ് കാണുമ്പോൾ വേറൊരു സന്തോഷമാണ്. നന്ദി.